റൈറ്റ്. ഇപ്പോൾ ഓഡിയബിൾ ആണോ? നമുക്ക് മെറ്റൽസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം ആദ്യം. റൈറ്റ്. മെറ്റൽ, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. നമ്മളൊരു മെറ്റൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുക, അതോ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്യുക? വാട്ട് അബൌട്ട് റെസിസ്റ്റൻസ്? പറഞ്ഞാൽ നിങ്ങൾ ഇൻക്രീസ് ചെയ്യും അല്ലേ? എന്തുകൊണ്ടാണ് മെറ്റൽസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്? മെറ്റൽസിൽ നമുക്കറിയാം, മെറ്റൽസിൽ ഓൾറെഡി എന്തുണ്ട്? ഫ്രീ കാരിയേഴ്സ്, ഇലക്ട്രോൺസ് ഒരുപാടുണ്ട്. അവരൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ് ആണ്. നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് മെറ്റൽസിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മെറ്റൽസിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും മെറ്റൽസിനകത്ത് മൂവ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. റൈറ്റ്. അപ്പം നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് തുടങ്ങും. റൈറ്റ്. അപ്പോൾ അവിടെ പല ക്വസ്റ്റ്യൻസും വരാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാന്ന് വരാം. സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണെന്ന് വിചാരിക്കാം. ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്കറിയാം. ഏത് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക? സെയിം ഡയറക്ഷനിലാണോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക? പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക? സെയിം ഡയറക്ഷനിലാണോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക? നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ് ഇലക്ട്രോൺസ് അല്ലേ? സോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. റൈറ്റ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. നേരെ തിരിച്ച് പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആയിരുന്നെങ്കിൽ സെയിം ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടാവുക. റൈറ്റ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം റെസിസ്റ്റൻസ് എന്തുകൊണ്ട് മെറ്റൽസിൽ ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. അതറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഓർത്തിരിക്കാം. റൈറ്റ്. അപ്പം മെറ്റൽസിന്റെ കേസിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട് മെറ്റലിനകത്ത്. റൈറ്റ്. റെഡി ടു മൂവ് ആണ്. ഫീൽഡ് അപ്പ് ചെയ്ത് അപ്പം അയാൾ മൂവ് ചെയ്തോളും. ഓൾറെഡി ഫ്രീ ആണ്, ഫ്രീ ആക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് എനർജി ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും മൂവ് ചെയ്യും. ഒരു ഫീൽഡ് വന്നാൽ മതി, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മതി, അത് മൂവ് ചെയ്തോളും. ആ ഇലക്ട്രോൺസ് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് ഉണ്ടാവും. അതിൻ്റെ കൂടെ അവിടെ ആറ്റംസ് ഉണ്ടാവും. റൈറ്റ്. മെറ്റലിൻ്റെ ആറ്റംസ് ഉണ്ടാവും. ഒരുപാട് ആറ്റംസും ഒരുപാട് ഇലക്ട്രോൺസും ഫ്രീ ഇലക്ട്രോൺസും ഇതിനകത്ത് ഉണ്ടാവും. റൈറ്റ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടും. ബിക്കോസ് നമ്മൾ തെർമൽ എനർജി കൊടുക്കുമ്പോൾ അത് ഇലക്ട്രോൺസും അത് അക്യൂർ ചെയ്യും. ഈ മെറ്റലിനകത്തുള്ള ആറ്റംസ് അത് അക്യൂർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ആറ്റത്തിന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ എനർജി മതിയാവും. അതിനേക്കാളും എക്സസ് ആവുകയാണെങ്കിൽ അത് സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ ഗെയിൻ ചെയ്തിട്ടുള്ള എനർജി അത് ലൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം ആറ്റംസ് ചുമ്മാതിരിക്കുകയാണ് അതിനകത്ത്. അപ്പോൾ അത് നേടിയ എനർജി ലൂസ് ചെയ്യണമെങ്കിൽ, നഷ്ടപ്പെടുത്തണമെങ്കിൽ അയാൾക്ക് ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ. എന്താണ്? അയാൾ വൈബ്രേറ്റ് ചെയ്തിട്ടത് കളയാന്നുള്ളത്. റൈറ്റ്. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുമ്പം നേരത്തെ നമ്മൾ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ഫീൽഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇലക്ട്രോൺസ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പം മെറ്റൽസ് ആ എനർജി അക്യൂർ ചെയ്യും, വൈബ്രേറ്റ് ചെയ്യാനും തുടങ്ങും. ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുമ്പം ഇതായിരുന്നു നേരത്തെ അതിൻ്റെ മീൻ പൊസിഷൻസ്. അവിടുന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പം മുകളിലോട്ടാവാം, താഴോട്ടാവാം, അല്ലെങ്കിൽ ഏത് ഡയമെൻഷനിൽ വേണമെങ്കിൽ അത് മൂവ് ചെയ്യാം. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിൻ്റെ ഫ്ലോ തടസ്സപ്പെടും. റൈറ്റ്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ തടസ്സപ്പെടുന്ന സമയത്ത് അവിടെ ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ് നമ്മൾ കറണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പം കറണ്ട് കുറയും. ദാറ്റ് ഇംപ്ലൈസ് റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം I²R ലോസ് ഉണ്ടാവും. ആ മെറ്റലിൽ ടെമ്പറേച്ചർ വീണ്ടും കൂടും. വീണ്ടും കൂടുമ്പം അത് വീണ്ടും ആറ്റംസ് അക്യൂർ ചെയ്യും. അത് വീണ്ടും വൈബ്രേറ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കും. വീണ്ടും വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അപ്പം ഒരുപാട് ഇലക്ട്രോൺസിനെ അത് തടസ്സപ്പെടുത്തും. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ വെലോസിറ്റി വീണ്ടും കുറയും. വീണ്ടും വെലോസിറ്റി കുറയുമ്പം റെസിസ്റ്റൻസ് വീണ്ടും കൂടും. അവിടെ വീണ്ടും എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. അതിങ്ങനെ ക്യുമുലേറ്റീവായി നടന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ഫ്യൂസ് വയറിൻ്റെ എക്സാമ്പിൾ ഓർത്താൽ അറിയാം.
ഫ്യൂസ് ഒരിക്കൽ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് കുറച്ചിട്ടില്ലെങ്കിൽ അത് ചൂടായിക്കൊണ്ടേയിരിക്കും അണ്ടിൽ ആ ഫ്യൂസ് ബ്ലോ ഓഫ് ചെയ്യുന്നവരെ അത് ചൂടായിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പം മെറ്റൽസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യും, ഇലക്ട്രോൺസിന്റെ ഫ്ലോ അത് തടസ്സപ്പെടുത്തും. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കറണ്ട് കുറയും, ദാറ്റ് ഇംപ്ലൈസ് റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. അപ്പം ഒരു മെറ്റലിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നേരെ തിരിച്ച് നമ്മൾ മെറ്റൽസിന്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? കുറച്ച് കഴിഞ്ഞാൽ കറണ്ട് കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുമോ? ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴും ഇലക്ട്രോൺസ് ഓൾറെഡി എന്താണ്? ഫ്രീ ആണ്. ഇലക്ട്രോൺസ് ഫ്രീ ആണ്. ടെമ്പറേച്ചർ അല്പം കുറച്ചാലും അപ്പോഴും ഇലക്ട്രോൺസ് ഫ്രീ ആണ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ കണ്ടീഷൻ ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആണ്. അത് മെറ്റലിന്റെ പ്രോപ്പർട്ടിയാണ്, മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഓൾറെഡി അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാലും അതിന്റെ റെസിസ്റ്റൻസിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. വളരെയധികം നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് അബ്സല്യൂട്ട് 0 ഡിഗ്രി കെൽവിനൊക്കെ പോകുന്ന സമയത്ത് അത് ചില മെറ്റൽസ് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യും. സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ കറണ്ട് വളരെ വളരെ കൂടുതലായിരിക്കും, ലോസ് കുറവായിരിക്കും. റൈറ്റ്, റെസിസ്റ്റൻസ് 0 ആകുമ്പം I²R ലോസ് വളരെ കുറവായിരിക്കും. അപ്പം ലോസ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. സൂപ്പർ കണ്ടക്ടിങ് നാച്ചുറലോട്ടൊക്കെ അത് പോവും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ മെറ്റൽസിന്റെ റെസിസ്റ്റൻസ് കമ്പാരേറ്റീവ്ലി കുറയും, സൂപ്പർ കണ്ടക്ടിങ് മോഡിലോട്ട് പോകും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് മോർ റെസിസ്റ്റീവ് ആയിട്ട് മാറിയിട്ട് അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം മെറ്റൽസിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പല രീതിയിലും ചോദിക്കാം. മെറ്റൽസിൽ ഇലക്ട്രോൺസ് ഫ്രീ ആക്കണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഫ്രീ ടു മൂവ് ആണ്, റെഡി ടു മൂവ് ആണ്. ഫീൽഡ് കൊടുത്താൽ അപ്പം മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്, ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പം മെറ്റൽസും സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പം എനർജി ബാൻഡ് ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യാറ്. റൈറ്റ്. അപ്പം മെറ്റൽസിന് നമ്മൾ സെമി കണ്ടക്ടറും നമുക്ക് ഒരു എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാം. അതിനുശേഷം നമുക്ക് മെറ്റൽസിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സെമി കണ്ടക്ടറിന്റെ കേസിൽ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് റെഡിലി അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ അതിനെ ഫ്രീ ആക്കണം. റൈറ്റ്. ഫ്രീ ആക്കണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് എനർജി കൊടുക്കണം. എനർജി പല ഫോമിൽ നമുക്ക് കൊടുക്കാം. ഹീറ്റ് എനർജി ആയിട്ട് കൊടുക്കാം, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് എനർജി കൊടുക്കാം. ലൈറ്റ് എനർജി കൊടുക്കാം. എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ കൂടുതൽ എനർജൈസ് ചെയ്യാം ഇലക്ട്രോൺസിനെ. അപ്പം സെമി കണ്ടക്ടേഴ്സിൽ എപ്പോഴും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടിട്ടുണ്ടാവും, 2 ബാൻഡ്സ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്. ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. അതിൽ ബാലൻസ് ബാൻഡ് എന്ന് നമ്മൾ VB എന്ന് എഴുതും, കണ്ടക്ഷൻ ബാൻഡിനെ CB എന്ന് എഴുതും. മെറ്റൽസിൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പം കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, Y ആക്സിസ് എനർജി കൂടുതലാണ്, ആണ് Y ആക്സിസിൽ വരുന്നുണ്ടാവുക, എനർജി കൂടുതലാണ്. അപ്പം കണ്ടക്ഷൻ ബാൻഡ് റീജിയനിലെ ഇലക്ട്രോൺസിനായിരിക്കും വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിനേക്കാളും എനർജി കൂടുതൽ. ആ രണ്ടും തമ്മിൽ ഡിഫറൻസിനെ നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയും. റൈറ്റ്. അവിടെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എനർജി ഗ്യാപ്പ് എന്ന് പറയും. എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെയും ഓരോ എനർജി ലെവൽസ് ആണ്, ഇതൊക്കെ ലെവൽസ് ആണ്. റൈറ്റ്, ലെവൽസ് ആണ്. പക്ഷെ ഇവിടെ വാലൻസ് ബാൻഡിന് താഴോട്ടുള്ള ലെവൽസിലൊക്കെ ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യാം. അതേപോലെ കണ്ടക്ഷൻ ബാൻഡിന് മുകളിലോട്ടുള്ള ലെവൽസും ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യാം. ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഹോൾസിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല എന്ന സംശയം ഉണ്ടാവും. നമുക്ക് ഹോൾ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിലും വാലൻസ് ബാൻഡിന് താഴോട്ടും കണ്ടക്ഷൻ ബാൻഡിന് മുകളിലോട്ടും മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒക്യുപ്പൈ ചെയ്യാവുന്ന എനർജി ലെവൽസ് ഉണ്ടാവുള്ളൂ. ആ ഗ്യാപ്പിനെ നമ്മൾ, ആ ഡിഫറൻസിനെ നമ്മൾ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കും. എനർജി ബാൻഡ് ഗ്യാപ്പ്. അപ്പൊ നിങ്ങൾ ഓർത്തോണം, എനർജി ബാൻഡ് ഗ്യാപ്പിൽ ഉള്ള എനർജി ലെവൽസ് ഒക്യുപ്പൈ ചെയ്യുന്ന കാരിയേഴ്സ് ഉണ്ടാവില്ല, ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. റൈറ്റ്. ഇലക്ട്രോൺസിന്റെ എനർജി ഐദർ വാലൻസ് ബാൻഡോ അതിൽ താഴോട്ടുള്ള എനർജി ലെവൽസ് ആയിരിക്കും,
അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡോ അതിന് മുകളിലോട്ടുള്ള എനർജി ലെവൽസ് ആയിരിക്കും. ഇനി കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ നേരത്തെ മെറ്റൽസിന്റെ കേസിൽ പറഞ്ഞ പോലെ ഫ്രീ ടു മൂവ് എന്ന് പറയും. ദേ ആർ ഫ്രീ ടു മൂവ്, റൈറ്റ്. ഒരു ഇലക്ട്രോണിന്റെ എനർജി വാലൻസ് ബാൻഡ് റീജിയനിൽ നിന്ന് നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ തെർമൽ എനർജി കൊടുത്തിട്ടോ ലൈറ്റ് എനർജി കൊടുത്തിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടോ നമുക്ക് ഒരു ഇലക്ട്രോണിനെ താഴെയുള്ള എനർജി ലെവലിൽ നിന്നും ലെറ്റ്സ് വാലൻസ് ബാൻഡ് റീജിയനിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ഇലക്ട്രോൺ ഫ്രീ ടു മൂവ് എന്ന് പറയും, റൈറ്റ്. അപ്പോൾ നിങ്ങൾ നേരെ മെറ്റൽസിലോട്ട് വന്ന് മെറ്റൽസിലോട്ട് നമ്മൾ അങ്ങനെ ട്രാൻസിഷൻ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഓൾറെഡി എന്തുണ്ടായിരുന്നു? ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ റെഡി ആയിരുന്നു അല്ലെ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, റൈറ്റ്. അപ്പം നമ്മൾ മെറ്റൽസിന്റെ കേസിൽ ഓൾറെഡി എന്താണ്, ഇലക്ട്രോൺസ് ഫ്രീ ആയിരുന്നു. അപ്പം ഇത് കണ്ടക്ഷൻ ബാൻഡ് എഡ്ജ് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് വാലൻസ് ബാൻഡ് എഡ്ജ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ എനർജി ബാൻഡ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പറയും കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്ത് കിടക്കുക എന്ന് പറയും, റൈറ്റ്. അതായത് മെറ്റൽസിൽ കണ്ടക്ഷൻ ബാൻഡ് ഓർ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റാത്തൊരു എനർജി റീജിയൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും, അവരെല്ലാവരും തന്നെ മൂവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺസ് ആണ്. അവർക്ക് പല പല എനർജി ലെവൽസ് ഉണ്ടാവും. അപ്പം എനർജി ബാൻഡ് ഗ്യാപ്പ് ഓർ EG എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല? മെറ്റൽസിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, റൈറ്റ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എനർജി കൊടുത്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് കൊണ്ടുപോയിട്ട് ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കേണ്ട ഒരു സിറ്റുവേഷൻ മെറ്റൽസിലില്ല, ബട്ട് സെമി കണ്ടക്ടേഴ്സിൽ അത് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇൻസുലേറ്റേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയും എനർജി ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്, റൈറ്റ്. എനർജി ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. വാലൻസ് ബാൻഡ് എഡ്ജ് EV, കണ്ടക്ഷൻ ബാൻഡ് എഡ്ജ് EC ആൻഡ് Y ആക്സിസ് എനർജിയാണ്. അവിടെ കമ്പയർ ടു എനർജി ഗ്യാപ്പ് ഓഫ് സെമി കണ്ടക്ടർ EGS എന്ന് വിളിക്കുകയാണെങ്കിൽ EG ഓഫ് ഇൻസുലേറ്റർ EGI എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. EGI will be very greater than EGS. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് ലാർജസ്റ്റ് എനർജി ഗ്യാപ്പ്? ഇൻസുലേറ്റേഴ്സിനാണ് ലാർജസ്റ്റ് എനർജി ഗ്യാപ്പ്, റൈറ്റ്. കമ്പയർ ടു സെമി കണ്ടക്ടർ എനർജി ഗ്യാപ്പ് ഓഫ് ഇൻസുലേറ്റർ ഈസ് ഗ്രേറ്റർ, വെറാസ് മെറ്റലിന്റെ കേസിൽ ദർ ഇസ് നോ എനർജി ഗ്യാപ്പ്. കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ആർ ഓവർലാപ്പിംഗ്, റൈറ്റ്. അതിൽ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് എല്ലാം തന്നെ റെഡി ടു മൂവ് ആണ്. അതിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനർജി കൂടുതൽ കൊടുത്തുകൊണ്ട് കറണ്ട് കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. വെറാസ് ഇൻസുലേറ്റേഴ്സിലും സെമി കണ്ടക്ടേഴ്സിലും എനർജി ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. ബട്ട് നമ്മൾ ഇൻസുലേറ്റേഴ്സ് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്താനുള്ള എനർജി നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ഇൻസുലേറ്റർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഒരുപാട് ഹീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എനർജി ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് ഇലക്ട്രോണിന് വാലൻസ് ടു കണ്ടക്ഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേനും മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ മാറിയിട്ട് മെറ്റീരിയൽ ഡാമേജ് ആയിട്ട് പോവറാണ് സാധാരണ സംഭവിക്കാറ്. ഇൻസുലേറ്റേഴ്സ് ബ്രേക്ക് ഡൗൺ ആവുക എന്ന് നമ്മൾ പറയും, അതിൻ്റെ പ്രോപ്പർട്ടി നശിച്ചു പോകും. സെമി കണ്ടക്ടറിൽ ആ ഇഷ്യൂസ് ഇല്ല. നിങ്ങൾക്ക് കണ്ടക്ഷൻ ബാൻഡ് എഡ്ജ് നിന്ന് വാലൻസ് ബാൻഡിലോട്ട് കൊണ്ടുപോകാം. അപ്പം നിങ്ങളെ സെമി കണ്ടക്ടർ കണ്ടക്ടിങ് മോഡിൽ ആയിട്ട് മാറും എന്ന് പറയാം. സെമി കണ്ടക്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാം. ടെമ്പറേച്ചർ വളരെ കുറവാണ്, T=0 ഡിഗ്രി കെൽവിൻ ആണെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ സെമി കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യാം? കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ, അതോ ഇൻസുലേറ്റർ ആയിട്ടാണോ ആക്ട് ചെയ്യാം? ഞാൻ പറഞ്ഞു സെമി കണ്ടക്ടറിൽ എനർജി ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോണെ നമ്മൾ എവിടെ എത്തിക്കണം? കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കണം. അതിന് എനർജി ആവശ്യമാണ്. നമ്മൾ തെർമൽ എനർജി ഒട്ടും തന്നെ കൊടുക്കുന്നില്ല. T=0 ഡിഗ്രി കെൽവിൻ ആണ്. വേറെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റർ ആണോ, അതോ കണ്ടക്ടർ ആണോ, അതോ സെമി കണ്ടക്ടർ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുക? എന്തായിരിക്കും? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ? അത് നിങ്ങൾ ഓർത്തിരിക്കുക. At 0 degree Kelvin, semiconductor acts as an insulator.
സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ, അതായത് 27 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 300 ഡിഗ്രി കെൽവിനിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജി ഗ്യാപ്പ് ബൈപ്പാസ് ചെയ്തുകൊണ്ട് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കേണ്ട അത്രയും എനർജി റൂം ടെമ്പറേച്ചറിൽ നിന്ന് തന്നെ അതിന് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഒരു സെമി കണ്ടക്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഈസ് മോർ ദാൻ ഇനഫ് ടു ടേക്ക് എൻ ഇലക്ട്രോൺ ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഫ്രീ ആണ്, ഫ്രീ ടു മൂവ് ആണ്. എപ്പോൾ വേണമെങ്കിലും അത് കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം ഒരു സെമി കണ്ടക്ടറിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഓൾറെഡി ഇലക്ട്രോൺസ് ഒക്കെ എവിടെയായിരിക്കും? ബോണ്ടിങ്ങിലായിരിക്കും, വാലൻസ് ബാൻഡിലായിരിക്കും, ഫ്രീ ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ സിലിക്കണിൽ എത്ര ആറ്റംസ് ഉണ്ടാവും ഒരു സെന്റിമീറ്റർ ക്യൂബിൽ? ഏതാണ്ട് എത്ര വരും? ഡെൻസിറ്റി എത്രയാ? എത്ര ആറ്റംസ് പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് സിലിക്കൺ ഉള്ളത്? നമ്പർ ഓഫ് ആറ്റംസ് പെർ സെന്റിമീറ്റർ ക്യൂബ് എത്രയാണ് സിലിക്കന്റെ കേസിൽ? ഏകദേശം അത് ഏതാണ്ട് 10^22 ഓർഡറിലായിരിക്കും. പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്കറിയാം സിലിക്കന്റെ വാലൻസി, സിലിക്കണും ജെർമേനിയം 4th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 4th ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വാലൻസി 4ആണ്. വാലൻസി എന്ന് പറയുമ്പം ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിൽ, ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് നമ്മൾ വാലൻസി ആയിട്ട് പറയാം. അപ്പം ഏറ്റവും ആദ്യം ബോണ്ട് ബ്രേക്ക് ചെയ്ത്, അതായത് വാലൻസ് ബാൻഡ് എന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും. അതിന് കാരണം ന്യൂക്ലിയസ് ആയിട്ടുള്ള ബോണ്ടിങ് ഏറ്റവും കുറവ് ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോൺസിനായിരിക്കും. അപ്പം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഓരോ ആറ്റവും 4 ഇലക്ട്രോൺസിന് ഫ്രീ ആക്കും, റൈറ്റ്? അപ്പോൾ ടെമ്പറേച്ചർ നല്ലപോലെ നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ 4 മൾട്ടിപ്ലൈഡ് ബൈ 10^22 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ സെന്റിമീറ്റർ ക്യൂബ് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അത് വലിയൊരു നമ്പറാണ്, റൈറ്റ്? അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മളെ കോവലന്റ് ബോണ്ട് എന്ന ഇലക്ട്രോൺസിന് കൂടുതൽ എനർജി കിട്ടിയിട്ട് അവരൊക്കെ ഫ്രീ ആയിട്ട് പോയി. ഫ്രീ ആയിട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടക്ഷൻ ബാൻഡിൽ എത്തി എന്ന് പറയും. കണ്ടക്ഷൻ ബാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ബോണ്ട് അവിടെ വേക്കന്റ് ആണ്, അവിടെ ഒരു അബ്സെൻസ് ഉണ്ട്, ഇലക്ട്രോണിന്റെ ആബ്സെൻസ് ഉണ്ട് അവിടെ. ആ ആബ്സെൻസിനെ നമ്മൾ ഹോൾ എന്ന് പറയും. ഹോൾ എന്ന് പറയുന്ന സാധനം ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ അത് ഒരു ഇലക്ട്രോൺ തന്നെയാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പം എത്ര ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടോ അത്രയും വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്രയും ഹോൾസും ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെ? 4 × 10^22 എല്ലാ ആറ്റംസും 4 ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണെങ്കിൽ 4 ഹോൾസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊരു സെമി കണ്ടക്ടറിൽ എപ്പം ഒബ്സർവ് ചെയ്താലും ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും എണ്ണം സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. പ്യുവർ സെമി കണ്ടക്ടറിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഡോപ്പിങ്ങിലൂടെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഒരു പ്യുവർ സെമി കണ്ടക്ടറിൽ ഒരു ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഡ്യുവൽ ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹോളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് എഴുതാം. n × p നമ്പർ ഓഫ് ഹോൾസ് ഇൻ എ semiconductor, sorry, number of electrons in a semiconductor multiplied by number of holes in a semiconductor will be a constant. അപ്പം ഇവിടെ n എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിനെയാണ്. n ഫോർ നെഗറ്റീവ്, ദേ ആർ ഇലക്ട്രോൺസ്. p എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ചാർജ് കാരിയേഴ്സിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് വിളിക്കുക, ഹോൾ എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ചാർജിനെ ഹോൾ എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം, റൈറ്റ്? ഹോൾ എന്നുള്ള സംഭവം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എപ്പോഴും ഒരു സെമി കണ്ടക്ടറിൽ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ടി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, ടി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനൊരു പേര് വിളിക്കും ni സ്ക്വയർ. ni ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിനേഷനും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ni എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് കാരിയർ concentration, intrinsic carrier concentration. അത് ഒരു മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. ഓരോ മെറ്റീരിയലിനും അത് ഓരോ വാല്യൂ ആയിരിക്കും. ഓഫ് കോഴ്സ് അത് തെർമലി ഡിപ്പെൻഡന്റ് ആണ്.
നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പം number of electrons moving to conduction band will increase, number of holes also will increase. So the product will be different for different temperatures. So n into p equal to ni square, that is a constant, but that constant is for a particular temperature. Okay, 300 degree Kelvinle ni യുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അതിനേക്കാളും കൂടുതലായിരിക്കും 400 ഡിഗ്രി കെൽവിനിലെ വാല്യൂ. കാരണം 400 ഡിഗ്രി കെൽവിൻ ആകുമ്പം ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിയിട്ടുണ്ടാവും, ഫ്രീ ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഹോൾസിന്റെ എണ്ണം എന്തായിട്ടുണ്ടാവും, കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റും കൂടുതലായിരിക്കും. അപ്പം ni മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ പേര് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്നാണ്. ഇൻട്രിൻസിക് എന്നതിന്റെ മീനിങ് പ്യുവർ എന്നാണ്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്യുവർ സെമി കണ്ടക്ടർ. ഡോപ്പ് ചെയ്യാത്ത സെമി കണ്ടക്ടറിന്റെ കേസിലാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഡോപ്പ് ചെയ്താലും ഇത് വാലിഡ് ആയിരിക്കും. അപ്പം ആ സമയത്ത് നമുക്കത് നോക്കാം. സോ ഇൻ എ സെമി കണ്ടക്ടർ ദ പ്രൊഡക്റ്റ് ഓഫ് free electrons and free holes will be equal to ni square. Ni is a constant. It is called intrinsic carrier concentration, and ni square is also a constant. Right? അതിന് നമ്മളൊരു പേര് വിളിക്കും. ഒന്ന് രണ്ട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് മാസ് ആക്ഷൻ ലോ. അപ്പം ഈ n into p equal to ni square നമ്മൾ ഒരു പേര് വിളിക്കും. ദിസ് ഈസ് കോൾഡ് മാസ് ആക്ഷൻ ലോ. MASS, mass action law, 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 mass action law. സോ ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ലോജിക്കലി ഓർത്തിരിക്കാം. ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണമെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു അബ്സെൻസ് ഉണ്ടാവും. ആബ്സെൻസിനാണ് നമ്മൾ ഹോൾ എന്ന് വിളിക്കുന്നത്. അപ്പം എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും ഹോൾ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ഇവിടെ നമുക്ക് എഴുതാം, ഒരു പ്യൂർ സെമി കണ്ടക്ടറിൽ എത്ര ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും ഹോൾസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഓർ പ്യൂർ സെമി കണ്ടക്ടറിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും ഹോൾസും ഉണ്ടാവും. സോ n into p equal to ni square ആണ്, ഓർ n square equal to ni square എന്ന് എഴുതാം, ബിക്കോസ് n and p are same, ഓർ p square equal to ni square എന്ന് എഴുതാം. ഹോൾസിന്റെ എണ്ണത്തിന്റെ സ്ക്വയറും ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷന്റെ സ്ക്വയറും സെയിം ആയിരിക്കും. സിമിലർലി ഇലക്ട്രോൺസിന്റെ സ്ക്വയറും ഫ്രീ ഇലക്ട്രോൺസിന്റെ സ്ക്വയറും ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷന്റെ സ്ക്വയറും സെയിം തന്നെയായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ കേട്ടോ, ടി കോൺസ്റ്റന്റ് ആയിരിക്കണം. വേറൊരു ടെമ്പറേച്ചർ ആണെങ്കിൽ ആ കോൺസ്റ്റൻസ് ഒക്കെ മാറും, നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഒക്കെ മാറും, പ്രൊഡക്റ്റും മാറും. സോ NIയും മാറണം. അപ്പോൾ അതുകൊണ്ട് NI ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ ആണ് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരിക. സിലിക്കന്റെ കേസിൽ റൂം ടെമ്പറേച്ചറിൽ അത് 1.5 into 10^10 ആണ്. വാല്യൂസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സിലിക്കന്റെ കേസിൽ അത് 1.5 into 10^10 ആണ് പെർ സെന്റിമീറ്റർ ക്യൂബ്. വാല്യൂസ് ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. റൈറ്റ്? സോ n into p equal to ni square, that law is called mass action law. റൈറ്റ്? അപ്പം യൂഷ്വലി എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ ആ ഹൈറ്റ്, ആ ഡിഫറൻസ് യൂഷ്വലി ഇൻ ദ ഓർഡർ ഓഫ് 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും സെമി കണ്ടക്ടർ ആണെങ്കിൽ. 3 or more ആയിരിക്കും ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ. എനർജി ഗ്യാപ്പ് തിയററ്റിക്കലി 0 ആണെന്ന് പറയാം ഇതിന്റെ കേസിൽ, മെറ്റൽസിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം റെസിസ്റ്റൻസ് മെറ്റൽ ഇൻക്രീസ് ചെയ്യും, സെമി കണ്ടക്ടറിൽ ഡിക്രീസ് ചെയ്യും. റൈറ്റ്? ഇനി അബ്സല്യൂട്ട് 0 ഡിഗ്രി കെൽവിനിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, വളരെ വളരെ ചെറിയ ടെമ്പറേച്ചർ ആണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇത് അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. റൈറ്റ്? ആ 1 ഇലക്ട്രോൺ വോൾട്ട് ക്രോസ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ നമ്മൾ റൂം ടെമ്പറേച്ചറിലെ എനർജി തന്നെ ധാരാളമാണെന്ന് പറഞ്ഞു. ബട്ട് നമ്മൾ അവിടുന്ന് താഴ്ത്തിയിട്ട് പോവുകയാണെങ്കിൽ 1 ഇലക്ട്രോണിന് പോലും വാലൻസ് ബാൻഡ് എന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റില്ല. റൈറ്റ്? അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 1 ഇലക്ട്രോണിനെ പോലും കണ്ടക്ഷൻ ബാൻഡിൽ കാണാൻ പറ്റില്ല. ഇൻസുലേറ്ററിന്റെ അതേ പ്രോപ്പർട്ടിയാണ്. ഇൻസുലേറ്ററിലെ കണ്ടക്ഷൻ ബാൻഡിൽ 1 ഇലക്ട്രോൺ പോലും ഉണ്ടാവില്ല, കാരണം എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരുന്നു. സിമിലർലി ടെമ്പറേച്ചർ നമ്മൾ വളരെ കുറച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ ചെറിയ ഗ്യാപ്പ് ആണെങ്കിലും 1 ഇലക്ട്രോൺ പോലും എവിടെ എത്തില്ല, കണ്ടക്ഷൻ ബാൻഡിൽ എത്തില്ല. സോ സെമി കണ്ടക്ടേഴ്സ് ആക്ട് ആസ് ഇൻസുലേറ്റേഴ്സ്. മറക്കാതിരിക്കുക, സെമി കണ്ടക്ടേഴ്സ് ആക്ട് ആസ്
insulators at 0 degree Kelvin. 0 degree Kelvin. Or their resistance or resistivity increases as temperature decreases. Temperature കുറയുമ്പം അതിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു യുവർ മെറ്റൽ ആണ് സെമി കണ്ടക്ടർ. ഓഫ് കോഴ്സ് ഇൻസുലേറ്റേഴ്സിൽ നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. അത് ഇൻസുലേറ്റർ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും റൂം ടെമ്പറേച്ചറിൽ. ടെമ്പറേച്ചർ കുറച്ചാലും അത് ഇൻസുലേറ്റർ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് സമയത്തിന് വേണമെങ്കിൽ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയും. പക്ഷേ അതിനുശേഷം അതിന്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് നഷ്ടപ്പെടും. അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് പോകുമെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? വൺ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം അതിന്റെ ബേസിൽ, ഇത്രയും കാര്യങ്ങളുടെ ബേസിൽ. ക്ലിയർ ആണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ പറഞ്ഞേ. റെസ്പോൺസ് കുറവാണല്ലോ. എല്ലാവരും ചാറ്റ് ബോക്സ് റെസ്പോൺസ് ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യപ്പെടാം. റൈറ്റ്. അപ്പോൾ നമ്മൾ അതിൽ സെമി കണ്ടക്ടറിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇൻട്രിൻസിക് അല്ലെങ്കിൽ പ്യൂർ സെമി കണ്ടക്ടറിന്റെ കേസാണ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 2 ക്ലാസ് വരുന്നുണ്ട്. 2 ടൈപ്പിലോട്ട് അത് പോവും. അത് ഡോപ്പ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുക. സോ ഡോപ്പിങ്ങിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡോപ്പിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഡോപ്പിങ്ങിന്റെ ഡെഫിനിഷൻ, നമ്മളൊരു പ്യുവർ സെമി കണ്ടക്ടറിലോട്ട് അല്ലെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട്, ഈ സെമി കണ്ടക്ടറിലോട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആറ്റത്തിനെ ഡിഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിനാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് എക്സ്റ്റേണൽ പുറത്തുള്ള ആറ്റംസ് ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പ്യൂരിറ്റി ആണ്, ഡിസ്റ്റർബൻസ് ആണ്. അപ്പം നമുക്ക് ഡെഫിനിഷൻ വേണമെങ്കിൽ പറയാം, ആഡിങ് ഇമ്പ്യൂരിറ്റീസ്. അവിടെ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പ്യൂരിറ്റീസ് ഇൻ എ കൺട്രോൾഡ് മാനർ. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ, റൈറ്റ്, നമുക്ക് തീരുമാനിക്കാം. ഡിഫ്യൂസ് ചെയ്യുന്നതൊക്കെ തീരുമാനിക്കാം, ഡോപ്പ് ചെയ്യുന്നതൊക്കെ തീരുമാനിക്കാം. ഈസ് കോൾഡ് ഡോപ്പിംഗ്. റൈറ്റ്. ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട, എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കൺട്രോൾഡ് മാനറിലായിരിക്കണം. റൈറ്റ്. കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ഒരു സെമി കണ്ടക്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇമ്പ്യൂരിറ്റീസിന് എണ്ണം കൂടി കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ എന്തായിട്ട് മാറും? ഇമ്പ്യൂരിറ്റി ആയിട്ട് മാറും. അതായത് നമ്മളിപ്പം സിലിക്കണിലോട്ട് നമ്മൾ ബോറോൺ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ബോറോൺ ഒരുപാട് കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറോണിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറും. അപ്പൊ കൺട്രോൾഡ് മാനറിൽ ചെയ്യുമ്പോൾ ആണത് ഡോപ്പിംഗ് എന്നുള്ളൊരു ക്ലാസ്സിലോട്ട് വരുള്ളൂ. അപ്പൊ ഡോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. പി ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ്. നമ്മൾ എപ്പോഴും ബേസ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ജെർമേനിയം ഓർ സിലിക്കൺ ആണ്. അത് രണ്ടിന്റെ പ്രത്യേകത അറിയാം. എൻ്റെ വാലൻസി 4 ആണ്, 4th ഗ്രൂപ്പ് എലമെന്റ് ആണ്. റൈറ്റ്. ഇനി നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യേണ്ടത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കണമെങ്കിൽ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യേണ്ടത്. റൈറ്റ്. അപ്പൊ 2 മെറ്റീരിയലാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്, ജെർമേനിയം ആൻഡ് സിലിക്കൺ. അതിൽ വലിയ ആറ്റം ഏതാണ്? ജെർമേനിയാണോ വലുത്, അതോ സിലിക്കൺ ആണോ സൈസിൽ കൂടുതലുള്ളത്? നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞ ഏതാണ്? ജെർമേനിയാണോ സിലിക്കൺ ആണോ സൈസ് കൂടുതലുള്ളത്? ഏതാണ്? സൈസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടണം അല്ലെ, അറ്റോമിക് നമ്പർ ഒക്കെ കൂടണം. ഏതിന് അറ്റോമിക് നമ്പർ കൂടുതലുള്ളത്? ജെർമേനിയത്തിനാണോ സിലിക്കൺ ആണോ? പറഞ്ഞ നിങ്ങൾ ഏതിന് അറ്റോമിക് നമ്പർ കൂടുതലുള്ളത്? സിലിക്കൺ ഓർ ജെർമേനിയം? ജെർമേനിയം അല്ലെ. എത്ര അറ്റോമിക് നമ്പർ? 32 ആണ് അല്ലെ. 32. സിലിക്കൺ അത് 14 ആണ് അല്ലെ. 14. അപ്പം നിങ്ങളോട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ കാര്യം ചോദിച്ചേക്കാം. ചിലപ്പോ സിലിക്കൺ ആണോ ജെർമേനിയം ആണോ തെർമലി മോർ സ്റ്റേബിൾ, നല്ല സ്റ്റെബിലിറ്റി തരുന്ന ഏതായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ? ജെർമേനിയം ആറ്റംസ് ആണോ, ഓർ ജെർമേനിയം സെമി കണ്ടക്ടർ ആണോ, അല്ലെങ്കിൽ സിലിക്കൺ സെമി കണ്ടക്ടേഴ്സ് ആണോ?
ഏതിനാ സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുക? ജർമ്മനിയാണോ സിലിക്കൺ ആണോ? റൈറ്റ്, സാബിത്ത് ആൻസർ ചെയ്യുന്നു സിലിക്കൺ. എന്തുകൊണ്ടാണ്? സൈസ് കൂടുമ്പം ന്യൂക്ലിയസിനുള്ള കൺട്രോൾ കുറവായിരിക്കും അല്ലെ? ഔട്ടർ ഷെൽ ഇലക്ട്രോൺസിന് മുകളിലുള്ള കൺട്രോൾ സൈസ് കൂടുതലാണെങ്കിൽ ന്യൂക്ലിയസിനുള്ള കൺട്രോൾ കുറവായിരിക്കും അല്ലെ? ജർമ്മേനിയത്തിന് സൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ലീസ്റ്റ് ബൗണ്ടഡ് ആയിരിക്കും ന്യൂക്ലിയസുമായിട്ട്. ന്യൂക്ലിയസിന് അധികം അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല, സൈസ് കൂടുതലായത് അകലെയായിരിക്കും. അപ്പം വളരെ ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് കൂടുമ്പോഴത്തേനും ആ ഇലക്ട്രോൺസ് എന്തായിട്ട് പോകും? ന്യൂക്ലിയസിന്റെ ബോണ്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞ ബാൻഡ് ഗ്യാപ്പ് കുറവ് ഏതിനായിരിക്കും? ഏതിന്റെ ബാൻഡ് ഗ്യാപ്പ് ആണ് കുറവ്? ജിയുടെ ജർമ്മേനിയത്തിന്റെ ആണോ അതോ സിലിക്കന്റെ ആണോ ബാൻഡ് ഗ്യാപ്പ് കുറവുണ്ടാവുക? ജർമ്മേനിയം ഓർ സിലിക്കൻ? റൈറ്റ്, പെട്ടെന്ന് ഈസി ആയിട്ട് ഫ്രീ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ബാൻഡ് ഗ്യാപ്പ് കുറവായിരിക്കണം അല്ലെ? അപ്പൊ ജർമ്മേനിയത്തിന്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് Eg വിൽ ബി ലെസ് ദാൻ എനർജി ഗ്യാപ്പ് ഓഫ് സിലിക്കൺ. അതിനുള്ള കാരണം ജർമ്മേനിയം വലിയ ആറ്റാണ്. അപ്പൊ വളരെ ചെറിയൊരു എനർജി എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ കൺട്രോൾ നിന്ന് അട്രാക്ഷൻ ന്യൂക്ലിയസ് ആണല്ലോ ഇതിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്, രക്ഷപ്പെട്ടിട്ട് ഈസി ആയിട്ട് ഇലക്ട്രോൺസിന് പോവാം. വേറെ സിലിക്കൺ ആണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ 14 ന്യൂക്ലിയസിന് കുറച്ചും കൂടെ കൺട്രോൾ ഉണ്ടാവും. അപ്പൊ അതിനെ ഫ്രീ ആക്കി കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ നേരെ നിങ്ങൾ എനർജി ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രത്തിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ കൂടുതൽ എനർജി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്തായിരിക്കും? കൂടുതലായിരിക്കണം. സോ സിലിക്കൻ എനർജി ഗ്യാപ്പ് കമ്പയർ ടു ജർമേനിയം കൂടുതലായിരിക്കും. ഓർ നമുക്ക് വേറൊരു കാര്യം പറയാം, ജസ്റ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനും ജർമേനിയം ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കി വിടും. അപ്പം സ്റ്റെബിലിറ്റി ജർമേനിയത്തിന് കുറവായിരിക്കും. ടെമ്പറേച്ചർ മാറുമ്പോൾ പെട്ടെന്ന് തന്നെ ജർമേനിയം ആക്ട് ചെയ്യും, സ്റ്റെബിലിറ്റി കുറവായിരിക്കും, തെർമലി ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് ജർമേനിയം, തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് ജർമേനിയം ഈസ് ലെസ് ദാൻ സിലിക്കൺ. ആ കാര്യം നിങ്ങൾ ലോജിക്കലി ഓർത്തിരിക്കുക. വലിയ ആറ്റം 32 ആണ് അറ്റോമിക് നമ്പർ, ന്യൂക്ലിയസിന്റെ കൺട്രോൾ ലീസ്റ്റ് ആയിരിക്കും. ന്യൂക്ലിയസിന്റെ കൺട്രോൾ ലീസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാടി പോകാൻ പറ്റും ഫ്രീ ഇലക്ട്രോൺസിന്, കുറച്ച് ടെമ്പറേച്ചർ മതി. അപ്പൊ തെർമലി ലെസ് സ്റ്റേബിൾ ആയിരിക്കും ജർമേനിയം കമ്പയർ ടു സിലിക്കൺ. അപ്പൊ നമ്മൾ സിലിക്കൺ ആണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുക. കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി സിലിക്കൺ തരുന്നതുകൊണ്ട് സിലിക്കൺ പ്രിഫർ ചെയ്യും. വേറെ കാര്യം കൂടെ സിലിക്കൺ പ്രിഫർ ചെയ്യാനുള്ള കാരണം, സിലിക്കൺ ഒരുപാട് അവൈലബിൾ ആണ്. സിലിക്കൺ നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ സിലിക്കൺ സെമി കണ്ടക്ടർ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അത് വൈഡ്ലി അവൈലബിൾ ആണ് സിലിക്കൺ സെമി കണ്ടക്ടർ കമ്പയർ ടു ജർമേനിയം. സോ 2 റീസൺസ് ആണ് സിലിക്കൺ പ്രിഫർ ചെയ്യാനുള്ള കാരണം. അവൈലബിലിറ്റി ഒന്ന്, അതുകൊണ്ട് ചീപ്പായിരിക്കും. രണ്ടാമത്തത് സിലിക്കൺ കുറച്ചും കൂടെ തെർമലി സ്റ്റേബിൾ ആണ് കമ്പയർ ടു ജർമേനിയം. ആ കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. റൈറ്റ്, ജർമേനിയം കുറച്ചും കൂടെ അൺസ്റ്റേബിൾ ആണ്. സോ അത് നമ്മൾ പ്രിഫർ ചെയ്യണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യും, കുഴപ്പമില്ലെങ്കിൽ പ്രിഫർ ചെയ്യും. സ്റ്റെബിലിറ്റി വേണ്ട കേസ് ആണെങ്കിൽ നമ്മളത് സിലിക്കൺ പ്രിഫർ ചെയ്യും. അപ്പം നമ്മൾ ഡയോഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ സിലിക്കൺ ഓർ ജർമേനിയാണ് ഉപയോഗിക്കുക. കട്ടിൻ വോൾട്ടേജ് കുറവായിരിക്കും. ഏതിനായിരിക്കും കട്ടിൻ വോൾട്ടേജ് കുറവുണ്ടാവുക? സിലിക്കൻ്റെ ആയിരിക്കും കുറവുണ്ടാവുക അതോ ജർമേനിയത്തിൻ്റെ ആയിരിക്കും കുറവുണ്ടാവുക? എനർജി ബാൻഡ് ഗ്യാപ്പ് കുറവ് ജർമേനിയത്തിനാണ്, അപ്പോൾ കട്ടിൻ വോൾട്ടേജും കുറവ് ജർമേനിയത്തിനായിരിക്കും. അതായത് നമ്മളെ ഡയോഡ് ഓൺ ആവാൻ വേണ്ടിയിട്ടുള്ള മിനിമം വോൾട്ടേജ് ആണ് കട്ടിൻ വോൾട്ടേജ്. അപ്പൊ ഞാൻ പറഞ്ഞു എനർജി ബാൻഡ് ഗ്യാപ്പ് ഓഫ് ജർമേനിയം ഈസ് വെരി ലെസ് കമ്പയർഡ് ടു ഓർ കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ ദ സിലിക്കൺ ബാൻഡ് ഗ്യാപ്പ്. സോ ജർമേനിയൻ ഡയോഡ് നമുക്ക് പെട്ടെന്ന് കണ്ടക്റ്റീവ് മോഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ കട്ടിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു മെഷറാണ്. അതുകൊണ്ട് കട്ടിൻ വോൾട്ടേജ് ഓഫ് ജർമേനിയം will be less than the cut-in voltage of silicon. ജർമേനിയത്തിന്റെ cut-in voltage will be less than silicon cut-in voltage. or V gamma എന്നൊക്കെ നമ്മൾ പറയും. cut-in voltage V gamma പല പേരുകളിൽ അത് പറയാറുണ്ട്. VR, V gamma പല നൊട്ടേഷനും V0 ഉപയോഗിക്കാറുണ്ട്. അപ്പം കട്ടിൻ വോൾട്ടേജ് കുറവാണ്. ഇനി അതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പല പേപ്പറിലും കണ്ടിരിക്കുന്ന ഒരു കേസ് ലീക്കേജ് കറണ്ടിനെ കുറിച്ചാണ്. ലീക്കേജ് കറണ്ട് നമ്മൾ I0
അല്ലെങ്കിൽ റിവേഴ്സ് കറണ്ട് എന്നൊക്കെ പറയും. ആവശ്യമില്ലാത്ത കറണ്ട് I0 അല്ലെങ്കിൽ IR എന്നൊക്കെ പറയും. റിവേഴ്സ് കറണ്ട് ഏതിനായിരിക്കും കൂടുതൽ ഉണ്ടാവുക? സിലിക്കൺ ആണോ ജർമ്മനി ആണോ റിവേഴ്സ് കറണ്ട് കൂടുതൽ ഉണ്ടാവുക? ഒരു കാര്യം നിങ്ങൾക്കറിയാം, റിവേഴ്സ് കറണ്ട് ടെമ്പറേച്ചറിന്റെ പ്രൊപ്പോർഷനിലാണെന്നറിയാം അല്ലെ? ടെമ്പറേച്ചറിന്റെ പ്രൊപ്പോർഷനിലാണെന്നറിയാം. അപ്പം ഏതിനായിരിക്കും റിവേഴ്സ് കറണ്ട് കൂടുതൽ ഉണ്ടാവുക? ഏതിലാണ് ടെമ്പറേച്ചർ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക? ജർമ്മേനിയത്തിലാണ് അല്ലെ? സോ റിവേഴ്സ് കറണ്ട് ഓഫ് ജെർമേനിയം, IR ഓഫ് ജെർമേനിയം വിൽ ബി ഗ്രേറ്റർ ദാൻ IR ഓഫ് സിലിക്കൺ. ജെർമേനിയത്തിന്റെ അത് മൈക്രോ ആംബിയേഴ്സിലായിരിക്കും, സിലിക്കൺ അത് നാനോ ആംബിയേഴ്സിലായിരിക്കും. അത്രയും കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് ഓർത്തിരിക്കുക. ഓരോന്നോരോന്ന് ബൈഹാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഒരു ഹോൾ പിക്ചർ ഓർത്തിരിക്കുക. മെറ്റലിന്റെ റെസിസ്റ്റൻസ് കൂടുന്നത് ഫ്യൂസ് വയർ ആയിട്ട് റിലേറ്റ് ചെയ്യുക. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സെമി കണ്ടക്ടർ എന്ന് ഓർക്കുക. 0 ഡിഗ്രി കെൽവിനിൽ സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് അറിയാം. ഇനി നമ്മൾ ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു 4 × 10⁻22 ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ അത് കമ്പയർഡ് ടു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ ആയിട്ട് വരും. അപ്പോൾ ഒരു മെറ്റാലിക് നാച്ചുറലോട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻസുലേറ്ററിനെ കൊണ്ടുപോകാം. എങ്ങനെ കൊണ്ടുപോകാം? ടെമ്പറേച്ചർ നല്ലതുപോലെ കൂട്ടിയാൽ മതി. ഒരുപാട് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അത് മെറ്റലിന്റെ പ്രോപ്പർട്ടീസിലോട്ട് പോകും. ടെമ്പറേച്ചർ ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ അത് ഇൻസുലേറ്ററിന്റെ പ്രോപ്പർട്ടിയിലോട്ട് പോകും. സെമി കണ്ടക്ടർ കേട്ടോ, പ്യുവർ സെമി കണ്ടക്ടർ. റൈറ്റ്. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ അത് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിട്ട്, ചെറിയ എനർജി ഗ്യാപ്പ് ഉള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ ഡോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മൾ 4th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് സിലിക്കൺ ഓർ ജെർമേനിയം, നമ്മുടെ ബേസ് മെറ്റീരിയൽ. അത് 3rd ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. പി ടൈപ്പ് സെമി കണ്ടക്ടർ. 5th ഓർ പെന്റാവാലന്റ്, ട്രൈവാലന്റിന് പകരം പെന്റാവാലന്റ് ആണ് ഡോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇംപ്യൂരിറ്റി എങ്കിൽ അതിനെ നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഒരു പ്യുവർ സെമി കണ്ടക്ടറിനെ ഇംപ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് ഇംപ്യൂർ ആക്കുന്ന സമയത്താണ് നമുക്ക് പി ടൈപ്പ് ഓർ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇതിന് രണ്ടിനെയും കോമൺ ആയിട്ട് ഡോപ്പ് ചെയ്തൊരു സെമി കണ്ടക്ടറിനെ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. എക്സ്ട്രിൻസിക്. ഓക്കെ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടറിനെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. റൈറ്റ്. അത് പി ടൈപ്പ് ഉണ്ടാവാം, എൻ ടൈപ്പ് ഉണ്ടാവാം. അപ്പൊ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് അത് ഇൻട്രിൻസിക് എന്ന് എക്സ്ട്രിൻസിക് ആയിട്ട് മാറുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുക. എക്സ്ട്രിൻസിക് 2 ടൈപ്പ് ഉണ്ട്, എന്നും ഉണ്ട്, പി ഉണ്ട്. മെറ്റീരിയൽ ഇൻട്രിൻസിക് ആയാലും എക്സ്ട്രിൻസിക് ആയാലും ഡസൻ മാറ്റർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെയും മാസ് ആക്ഷൻ ലോ വാലിഡ് ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. ഡോപ്ഡ് ആണെങ്കിലും അൺഡോപ്ഡ് ആണെങ്കിലും ഓൾവേസ് നമ്പർ ഓഫ് ഹോൾസ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് at a given constant temperature will be again equal to constant, that is called the square of intrinsic carrier concentration. അവിടെയും മാസ് ആക്ഷൻ ലോ വാലിഡ് ആണ്. മാസ് ആക്ഷൻ ലോ. റൈറ്റ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ആക്ഷൻ ലോ വാലിഡ് ആവാൻ വേണ്ടി 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സെമി കണ്ടക്ടറിൽ നമ്മൾ കാരിയർ കോൺസെൻട്രേഷൻ യൂണിഫോം ആയിരിക്കണം. അതായത് ഇവിടെ 1 to 2 പോർഷൻ ഉണ്ടെങ്കിൽ L ഇതാണെങ്കിൽ, അതായത് നമ്മൾ ഇവിടെ ഒരു ചെറിയ പീസ് എടുത്താൽ ഉള്ള കോൺസെൻട്രേഷൻ തന്നെയായിരിക്കണം ഈ എൻഡിലെ കോൺസെൻട്രേഷൻ. അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സിന് നമ്മൾ യൂണിഫോംലി ഡോപ്ഡ് സെമി കണ്ടക്ടർ എന്ന് പറയും. അത് എക്സ്ട്രിൻസിക് ആണെങ്കിൽ. പ്യുവർ സെമി കണ്ടക്ടർ ആണെങ്കിൽ യൂണിഫോം കോൺസെൻട്രേഷൻ ഉള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ മാസ് ആക്ഷൻ ലോ വാലിഡ് ആണോ അല്ലയോ എന്ന് പറയുമ്പോൾ 2 കണ്ടീഷൻ ആണ്. ഒന്ന് എന്തായിരിക്കണം? മെറ്റീരിയലിന്റെ എല്ലാ ഭാഗത്തും ടെമ്പറേച്ചർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. T ഷുഡ് ബി കോൺസ്റ്റന്റ്. ഒരു പാർട്ട് ഒരു ടെമ്പറേച്ചർ റീജിയനിലും മറ്റേ പാർട്ട് വേറൊരു റീജിയനിലും ആണെങ്കിൽ അവിടെ യൂണിഫോം ടെമ്പറേച്ചർ അല്ല, അവിടെ മാസ് ആക്ഷൻ ലോ
ഇൻവാലിഡ് ആയിരിക്കും. റൈറ്റ്. അപ്പോൾ നമ്മളൊരു ലോങ് പീസ് ഓഫ് സെമി കണ്ടക്ടർ എടുത്തിട്ട് അതിൽ മാസ് ആക്ഷനിലോ വാലിഡ് ആണോ അല്ലയോ എന്ന് പറയുമ്പം ത്രൂ ഔട്ട് ദ വോളിയം അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ലെങ്ത് ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട് ദ ലെങ്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ടെമ്പറേച്ചർ as well as concentration. Concentration on the volume, number of carriers, number of atoms per number of atoms per centimeter cube സെയിം ആയിരിക്കണം. ഡോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോപ്പിങ്ങിന്റെ കോൺസെൻട്രേഷനും സെയിം ആയിരിക്കണം ഫ്രം വൺ എൻഡ് ടു ദ അതർ എൻഡ്. അപ്പൊ മാസ് ആക്ഷനിലെ ഹോൾഡ് ചെയ്യാൻ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ടെമ്പറേച്ചർ, ഒന്ന് ഡോപ്പിങ്ങിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റോമിക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കാരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ. എന്തായാലും ആറ്റത്തിന്റെ കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ ഇൻട്രിൻസിക്കല് ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും ഒക്കെ കോൺസെൻട്രേഷൻ യൂണിഫോം തന്നെയായിരിക്കും. ഒരു യൂണിഫോംലി ഡോപ്ഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ ആ എല്ലാ പോയിന്റ്സിലും ഉണ്ടാവുന്ന കാരിയേഴ്സിന്റെ എണ്ണം യൂണിഫോം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കേസിലൊക്കെ മാസ് ആക്ഷൻ ലോ വാലിഡ് ആയിരിക്കും. എക്സ്ട്രിൻസിക് ആണെങ്കിലും ഇൻട്രിൻസിക് ആണെങ്കിലും വാലിഡ് ആണ്. ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, ആ മെറ്റീരിയൽ ത്രൂ ഔട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം, അതിന്റെ കോൺസെൻട്രേഷനും കോൺസ്റ്റന്റ് ആയിരിക്കണം. റൈറ്റ്. അപ്പം പി ടൈപ്പും എൻ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് നമുക്കൊരു വേഗമായിട്ട് പറഞ്ഞു പോവാം. അതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 12ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. ഹോൾസ് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡോണ്ട് വറി. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. മെജോറിറ്റിയും മൈനോറിറ്റിയും നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. മെജോറിറ്റി ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടെ മെജോറിറ്റി. എന്താ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ? കൂടുതൽ അല്ലെ, ഡൊമിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആയിരിക്കും പി ടൈപ്പില്. സോ പി ഫോർ പോസിറ്റീവ് ആണ്, എൻ ടൈപ്പില് എൻ ഫോർ നെഗറ്റീവ് ആണ്. റൈറ്റ്. സോ മെജോറിറ്റി കാരിയേഴ്സ് ആർ electrons in the case of n-type semiconductor. Majority carriers are holes in the case of p-type semiconductor. P for positive, holes in the charge positive ആണ്. റൈറ്റ്. ബൈ ഹാർട്ട് ചെയ്യരുത്, ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്ക് 100ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, എക്സാമിനേഷൻ ക്വിക്കായിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവണം. പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു പോകണം, സമയമെടുക്കുന്ന ക്വസ്റ്റ്യൻസ് മാറ്റി വെക്കണം. അതാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി. റൈറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിലുള്ളതൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും, ബാക്കിയുള്ളത് ടൈം എടുക്കുന്നതായിരിക്കും. അത് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ ആണോ? അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 99ാമത്തെ ക്വസ്റ്റ്യൻസോ 100ാമത്തെ ക്വസ്റ്റ്യൻസോ ആയിരിക്കാം, നമുക്കറിയില്ല. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഒരു തവണ കണ്ടിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് പിറകോട്ട് പോകും. ഓക്കെ ആണോ? അപ്പം പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മൈനോറിറ്റി. മൈനോറിറ്റി കാരിയേഴ്സ്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഹോൾസ് മെജോറിറ്റി ആണെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും മൈനോറിറ്റി. ഇലക്ട്രോൺസ് മെജോറിറ്റി ആണെങ്കിൽ എൻ ടൈപ്പിൽ മൈനോറിറ്റി, പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആയ ഹോൾസ് ആയിരിക്കും. ഓക്കെ ആണോ? സോ തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സിന് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് നമ്മൾ പറയാം. റൈറ്റ്. അതിന്റെ എക്സാമ്പിൾ ആണ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ഒക്കെ ട്രൈവാലന്റ് ആണ്. റൈറ്റ്. ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ഒക്കെ പെന്റാവാലന്റ് ആണ്. ഓക്കെ. ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ഒക്കെ പെന്റാവാലന്റ് ആണ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ഫോസ്ഫറസ്, ആർസനിക് പെന്റാവാലന്റ് ആണ്. റൈറ്റ്. പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കും. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് ആയിരിക്കുന്നത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. പി ടൈപ്പിൽ കൂടുതൽ ഹോൾസ് ആയിരിക്കണം എന്ന് മാത്രം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഹോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് കൂടെ നോക്കാം. റൈറ്റ്. ഹോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നത്? ഇലക്ട്രോണിന്റെ അബ്സെൻസിന് ഹോൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്താണ് അതിലെ കാര്യം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റൈറ്റ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഒരു മിനിറ്റ്. പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, പോസിറ്റീവ് ചാർജ്, ഒരുപാട് പോസിറ്റീവ് ചാർജസ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്കത് നെറ്റ് പോസിറ്റീവ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത് പോസിറ്റീവ് ആണ് അവിടുത്തെ
പൊട്ടൻഷ്യൽ എന്ന് വിചാരിക്കാം. റൈറ്റ്. അപ്പോൾ ഒരു നോർമൽ ഇലക്ട്രോൺ ഇതിലിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് പോള് കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് കണ്ട അപ്പോൾ തന്നെ അയാളത് അട്രാക്ട് ചെയ്യും അല്ലേ, അങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പം രണ്ട് കാര്യം ഉണ്ടാവും. ഇവിടെ നമുക്ക് ടോട്ടൽ നെറ്റ് ചാർജ് ബിഗ് ക്യൂ ഉണ്ടെന്ന് പറയാം. റൈറ്റ്. ഇതൊരു ചെറിയ ചാർജാണ്. ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾക്കറിയാം സ്മോൾ ക്യൂ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം, ചെറിയൊരു ചാർജാണ്. അപ്പം ഓപ്പോസിറ്റ് ചാർജസ് ആണ് അത് അട്രാക്ട് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഫോഴ്സ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാം ടുവാർഡ്സ് ഇലക്ട്രോഡ് ആയിരിക്കും, പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ശരിയാണല്ലോ. റൈറ്റ്. അപ്പൊ അതൊക്കെ ഡിസ്റ്റൻസ് അതിന്റെ വെലോസിറ്റി ഒക്കെ പ്രൊപ്പോർഷണാലിറ്റി ഒക്കെ ഉണ്ടാവും, നമ്മൾ നോക്കുന്നില്ല. എന്തായാലും ഫോഴ്സ് ടുവാർഡ്സ് മൂവ്മെന്റ് ടുവാർഡ്സ് വെലോസിറ്റി ടുവാർഡ്സ് ഇലക്ട്രോഡ് ആയിരിക്കും. ബിക്കോസ് അതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, മാസ് എന്താണ് പോസിറ്റീവ് ആണ് അല്ലേ, മാസ് പോസിറ്റീവ് ആണ്, ചാർജ് നെഗറ്റീവ് ആണ്. നമുക്കറിയാം ഫോഴ്സ് ഈക്വൽ ടു എന്താണ് ശ്രദ്ധിച്ചിരിക്കണേ, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് നമുക്കറിയാം അല്ലേ. ഓക്കെ ആണോ? അപ്പം ഇത് ആക്സലറേറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒറിജിനൽ ഇലക്ട്രോൺ, ശരിയായ ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്യുന്നത് ടുവാർഡ്സ് പോസിറ്റീവ് പോൾ ആണ്. ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആക്സലറേഷനും ഉണ്ടാവുക അല്ലേ, ആണല്ലോ. സെയിം ഡയറക്ഷനിലാണ് പോവുക. എങ്ങോട്ടാണ് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവുന്ന ഡയറക്ഷനിൽ പോകുന്ന നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പൊ എഫ് പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ മസ്റ്റ് ആയിട്ടും പോസിറ്റീവ് ആയിരിക്കണം. മാസ് എന്താണ് പോസിറ്റീവ് ആണ്. ഓക്കെ ആണോ? നേരെ തിരിച്ചിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക, അയാളുടെ മാസ് മാത്രം നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. മാസ്, പുതിയ ഇലക്ട്രോണിന്റെ മാസ് എന്താണ് നെഗറ്റീവ് ആണ്. ഓക്കെ, മാസ് നെഗറ്റീവ് ആണ്, ചാർജ് നെഗറ്റീവ് ആണ്, അതിൽ മാറ്റില്ല. ചാർജ് നേരത്തെ നെഗറ്റീവ് ആയിരുന്നു, ഇപ്പോഴും നെഗറ്റീവ് ആണ്. പുതിയൊരു ഇലക്ട്രോൺ, ചെറിയൊരു പ്രോബ്ലം ഉള്ള ഒരു ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക, അയാളെ മാസ് നെഗറ്റീവ് ആയി പോയിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ മാസ് നെഗറ്റീവ് ആയിട്ട് ഇലക്ട്രോണ്, ചാർജ് നെഗറ്റീവ് ആണ്. റൈറ്റ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതും ശരിക്കും പറഞ്ഞ അട്രാക്ട് ചെയ്യാണ് വേണ്ടത് അല്ലേ. ഓക്കെ ആണല്ലോ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. മാസ് നേരത്തെ എന്തായിരുന്നു പോസിറ്റീവ് ആയിരുന്നു അല്ലേ. ഇവിടെ മാസ് എന്താണ് നെഗറ്റീവ് ആണ്. മാസ് നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ ടുവാർഡ്സ് ഇലക്ട്രോഡ് പോസിറ്റീവ് ആയിട്ടാണ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ആണെങ്കിൽ, അങ്ങനെ തന്നെ ആവണമെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആയിരിക്കണം അല്ലെ, നല്ല ഫോഴ്സ് പോസിറ്റീവ് ആവുള്ളൂ. റൈറ്റ്. അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണെങ്കിൽ ശരിക്കും ഇയാൾ പോവേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ബിക്കോസ് എ എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം, റിപ്പൽ ചെയ്താണ് പോകേണ്ടത്. റൈറ്റ്. ബിക്കോസ് ചാർജ് ഞാൻ നെഗറ്റീവ് ആയിട്ട് എടുത്തിരിക്കുന്നത്, മാസ് നെഗറ്റീവ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ചാർജ് നേരത്തെയും നെഗറ്റീവ് ആണ്, ഇപ്പോഴും നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് മാസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ അട്രാക്ട് ചെയ്തിട്ട് ഇലക്ട്രോണിന് അടുത്തോട്ട് പോണെങ്കിൽ, ഈ ഡയറക്ഷനിൽ പോണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ മാസ് നെഗറ്റീവ് ആണ്. നേരത്തെ ഉള്ള ഡയറക്ഷൻ, ഫോഴ്സിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ആയിരുന്നു. ഫോഴ്സ് പോസിറ്റീവായിട്ട് അവിടെ ആക്ട് ചെയ്യണമെങ്കിൽ ആക്സലറേഷൻ നേരത്തെ ഉള്ളതിനേക്കാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. അപ്പം എവേ ആയിരിക്കണം അത് പോവേണ്ടത്. റൈറ്റ്. അപ്പം നെഗറ്റീവ് മാസും നെഗറ്റീവ് ചാർജും ഉള്ള ഒരു ഇലക്ട്രോൺ ശരിക്കും പോസിറ്റീവ് പോളിൽ അട്രാക്ട് ചെയ്യപ്പെടില്ല, അത് റിപ്പൽ ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ ആണോ? അങ്ങനെ നെഗറ്റീവ് മാസുള്ള ഒരു ഇലക്ട്രോൺ വേറൊരു പ്രത്യേക ബിഹേവിയർ ആണ് കാണിക്കുക. അപ്പൊ നെഗറ്റീവ് മാസ് ഒക്കെ എടുത്ത് പറയാൻ എപ്പോഴും കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണല്ലോ പോകുന്നത്, റിപ്പൽ ചെയ്തിട്ടാണല്ലോ പോകുന്നത്. റൈറ്റ്. റിപ്പൽ ചെയ്യാണല്ലോ വേണ്ടത്. അപ്പൊ റിപ്പൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞു. അപ്പം പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു കാരിയർ ആണെങ്കിൽ, റൈറ്റ്, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു കാരിയർ ആണെങ്കിൽ അതെന്തായാലും റിപ്പൽ ചെയ്തല്ലേ പോവുള്ളൂ. അപ്പൊ ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക. റൈറ്റ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള കാരിയർ റിപ്പൽ ചെയ്ത് പോകണമെങ്കിൽ അതിന്റെ മാസും എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം. റൈറ്റ്.
പോസിറ്റീവ് ചാർജുള്ള ഒരു കാരിയർ റിപ്പൽ ചെയ്ത് പോകണമെങ്കിൽ അതിന്റെ മാസും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. റൈറ്റ്. അപ്പം നെഗറ്റീവ് മാസ് വിത്ത് നെഗറ്റീവ് ചാർജ്, ആ ഒരു പാർട്ടിക്കിൾ, ഒരു 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 ഡിഫക്റ്റ് ഉള്ള ഇലക്ട്രോൺ നിങ്ങൾ അസ്യൂം ചെയ്യുക. ആ ഇലക്ട്രോൺ ഈസ് ഈക്വലൻ ടു അനദർ കാരിയർ വിത്ത് പോസിറ്റീവ് ചാർജ് ആൻഡ് പോസിറ്റീവ് മാസ്. റൈറ്റ്. ആ പോസിറ്റീവ് ചാർജും പോസിറ്റീവ് മാസും ഉള്ള സാധനത്തിന് നമ്മൾ എന്തെന്ന് പേര് വിളിക്കും? ഇത്ര കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹോൾ എന്നുള്ളൊരു പേര് വിളിച്ചിട്ട് നമ്മൾ അവിടെ ക്ലോസ് ചെയ്യും. റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നെഗറ്റീവ് മാസിൽ ഇലക്ട്രോൺസിന് എന്തിനു വേണ്ടിയാണ് ഉണ്ടായെന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒരു ഹിന്റ് ആയിട്ട് ഞാൻ പറയാം. നമ്മളൊരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഇലക്ട്രോൺസിന്റെ ബിഹേവിയർ പല എനർജി ലെവൽസിലും ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ അത് മാസ് നെഗറ്റീവ് ആയിട്ടൊക്കെ ക്രിസ്റ്റലിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് പറയാം? എ പോസിറ്റീവ് ചാർജ് വിത്ത് എ പോസിറ്റീവ് മാസ് എന്ന് വിളിക്കാം. അതിനെ ഹോൾസ് എന്ന് വിളിക്കാം. റൈറ്റ്. അപ്പം ശരിക്കും മാസ് നെഗറ്റീവ് ആവെന്ന് പറയുന്നത് ഒരു ഭയങ്കര ബോറായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ക്രിസ്റ്റലിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ മാസിനെ നമ്മൾ ഏത് കാര്യസ് ആണ് അതിന്റെ മാസിനെ നമ്മൾ എഫക്റ്റീവ് മാസ് എന്നാണ് പറയാം. അപ്പൊ ഞാനിവിടെ മാസ് നെഗറ്റീവ് എന്ന് പറയുന്നത്, മാസ് നെഗറ്റീവ് എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത് നെഗറ്റീവ് മാസ് എന്ന് എഴുതിയിട്ടുള്ളത് ആക്ച്വലി എഫക്റ്റീവ് മാസ് ആണ് കേട്ടോ. എഫക്റ്റീവ് മാസ്. റൈറ്റ്. ക്രിസ്റ്റലിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ മാസ് നമ്മൾ എഫക്റ്റീവ് മാസ് എന്നാണ് പറയുക. അതുപോലെ ക്രിസ്റ്റലിനകത്തുള്ള വെലോസിറ്റി എഫക്റ്റീവ് വെലോസിറ്റി എന്ന് പറയുക. കാരണം പല ഫാക്ടേഴ്സ് ഉണ്ടാവും അവിടെ. അതിൻ്റെയൊക്കെ നെറ്റ് എഫക്റ്റ് ആയിട്ടായിരിക്കും അതിന്റെ മാസും അതിന്റെ ഇൻഡിവിജ്വൽ വെലോസിറ്റി ഒക്കെ വരുന്നുണ്ടാവുക. സോ എഫക്റ്റീവ് മാസ് എന്നാണ് നമ്മൾ പറയുക. അപ്പം ഹോൾ എന്ന് കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അതൊരു ഡിഫക്റ്റ് ഉള്ള ഇലക്ട്രോൺ ആണ് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ആ ഡിഫക്റ്റ് എന്താണ്? അതിന്റെ ചാർജ്, അതിന്റെ മാസ് നെഗറ്റീവ് ആണ്. ഓക്കെ ആണോ? റൈറ്റ്. അപ്പൊ അതാണ് ഹോളിന്റെ കാര്യം. അത് പലരും പല തവണയായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ആ കാര്യം പറഞ്ഞു എന്ന് മാത്രം. റൈറ്റ്. ക്ലിയർ ആണല്ലോ? സംശയങ്ങളുണ്ടോ? എന്തുകൊണ്ട് ഇലക്ട്രോണിന്റെ മാസ് നെഗറ്റീവ് ആവുന്നതിന് ഡീറ്റെയിൽ അനാലിസിസ് ഒക്കെ അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഈ ലെവലിൽ മതിയാവും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? റെസ്പോണ്ട് ചെയ്തേ. റൈറ്റ്. സോ എ ഡിഫക്റ്റ് ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെഗറ്റീവ് മാസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണെ നമുക്ക് വേണമെങ്കിൽ ഹോൾ എന്ന് വിളിക്കാം. ഹോളിന്റെ മാസ് പോസിറ്റീവ് ആയിരിക്കണം, ചാർജും പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ ആണോ? റൈറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹോൾ, പോസിറ്റീവ് ചാർജ് കാരിയർ. കുറച്ച് സമയം ഇവിടെ ബാക്കിയുണ്ട്. അതിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് പോവാം. ഓക്കെ. ഡോപ്ഡ് സെമി കണ്ടക്ടറിനെ കുറിച്ച് അത് അവിടെ ക്ലോസ് ആവും. ഡോപ്ഡ് സെമി കണ്ടക്ടർ. ഓക്കെ. ഡോപ്ഡ് സെമി കണ്ടക്ടറിന്റെ ബിഹേവിയർ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. റൈറ്റ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു 2 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കണേ. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. അത് ഓഫ് കോഴ്സ് ഡോപ്ഡ് ആയിരിക്കല്ലോ. അപ്പൊ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ യൂഷ്വലി എത്രയാണ് വരിക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു വേഗ ഐഡിയ വേണം. ഞാൻ പറഞ്ഞു, സിലിക്കൺ ആറ്റത്തിന്റെ എണ്ണം പെർ സെന്റിമീറ്റർ ക്യൂബ് അപ്രോക്സിമേറ്റ്ലി ഇൻ ദ ഓർഡർ ഓഫ് 10^22 പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഡോപ്പ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിന്റെ എണ്ണം പെർ സെന്റിമീറ്റർ ക്യൂബ് വിൽ ബി ഇൻ ദ ഓർഡർ ഓഫ് 10^14, 10^15 or the maximum 10^16 വരെ നമ്മൾ പോവുള്ളൂ പെർ സെന്റിമീറ്റർ ക്യൂബ്. അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടി മാറും. ബേസ് മെറ്റീരിയൽ സിലിക്കൺ അല്ലാതായിട്ട് മാറും. അപ്പൊ അതിൽ മീനിങ് ഇല്ലാത്തതുകൊണ്ട് ഡോപ്പിംഗ് കൺട്രോൾഡ് മാനറിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഒരു 6, 7, 8 ഓർഡർ താഴെയായിട്ടാണ് കീപ്പ് ചെയ്യുക. 10^22 ഉണ്ടെങ്കിൽ 10^16 വരെ നമ്മൾ പോവുള്ളൂ. ഒരു 8 ഓർഡർ താഴെയായിരിക്കും. റൈറ്റ്. അപ്പം ഓരോ ഇമ്പ്യൂരിറ്റിയും എൻ ടൈപ്പില് ഓരോ ഇലക്ട്രോണിനെ സ്പോൺസർ ചെയ്യും. അതിന് കാരണം എൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. വാലൻസി 5 ആണ്. എങ്ങോട്ട് ആഡ് ചെയ്യുന്നത്? 4th ഗ്രൂപ്പ് എലമെന്റിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കണകത്ത് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളൂ. അവ തമ്മിൽ ബോണ്ട് ചെയ്യും. അപ്പോൾ ഒരെണ്ണം ഫ്രീ ആവും. റൈറ്റ്. ഒരെണ്ണം ഫ്രീ ആവും. അപ്പം ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡോപ്പൻസ് ഉണ്ടോ
ഡോപ്പൻസ് എത്രയാണോ, എത്ര ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ, ഇമ്പ്യൂരിറ്റീസിന് എത്രയാണോ ഡോപ്പൻസ് ഓർ ഇമ്പ്യൂരിറ്റി എത്രയാണോ അത്രയും എന്തുണ്ടാവും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. റൈറ്റ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രത്തിലോട്ട് പോവുകയാണെങ്കിൽ ആ ഇലക്ട്രോൺസ് ശരിക്കും കോവാലന്റ് ബോണ്ടിൽ വരാത്ത ഇലക്ട്രോൺസ് ആണ് അല്ലെ, ബോണ്ട് ചെയ്തിട്ടില്ല. നമ്മൾ സിലിക്കന്റെ കേസ് പറഞ്ഞപ്പോൾ എല്ലാം ബോണ്ടിലായിരുന്നു. അങ്ങനെ ബോണ്ടിലായ സിറ്റുവേഷനിലാണ് ഇത്രയും എനർജി ഗ്യാപ്പ് നമുക്ക് വന്നത്. ഇത് കണ്ടക്ഷൻ ബാൻഡ് ആയിരുന്നു, ഇത് വാലൻസ് ബാൻഡ് ആയിരുന്നു, ഇതായിരുന്നു എനർജി ഗ്യാപ്പ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ ഡോപ്പ് ചെയ്തപ്പം ബോണ്ടിങ് ഇല്ല. ഒരാൾ എന്താണ് ബോണ്ടിങ് ഇല്ലാത്ത ഇലക്ട്രോൺ ആണ്, ഒരു ഇമ്പ്യൂരിറ്റി ഒരു ബോണ്ടിങ് ഇല്ലാത്ത ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം അയാൾ എനർജി കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഓക്കെ, സോ വൈ ആക്സിസ് ആയിരുന്നു എനർജി. റൈറ്റ്. അപ്പം അയാൾ എനർജി കണ്ടക്ഷൻ ബാൻഡിന് ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. അതിനെ നമ്മൾ ഡോണർ എനർജി ലെവൽ DED എന്ന് പറയും. ഡോണർ എനർജി ലെവൽ. ഡോണർ എന്ന് പറയാൻ കാര്യം അത് സ്പോൺസർ ചെയ്യാണ്, ഡൊമിനേറ്റ് ചെയ്യാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് ഡോണർ എന്ന് പറയും. ഓരോ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയും ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പം എത്ര ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുന്നോ അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും നമുക്ക് പറയാം. റൈറ്റ്. അപ്പം ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച്, ഇത് ക്ലിയർ ആണല്ലോ. നമ്പർ ഓഫ് ഡോപ്പൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ ഡോപ്ഡ് സെമി കണ്ടക്ടർ. ഫ്രീ ഇലക്ട്രോൺസ് പറയാൻ കാര്യം എന്താ, വളരെ അടുത്താണ്, അത് ഓൾറെഡി ഫ്രീ ആയതുപോലെ തന്നെയാണ്, ഈസി ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്താം. അപ്പോൾ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നു. റൈറ്റ്. ടെമ്പറേച്ചർ അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് എനർജി മതി. വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ആ ഡോണർ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കോളും, കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. റൈറ്റ്. വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് വരുന്ന കാര്യം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ തന്നെ നമ്മുടെ സെമി കണ്ടക്ടർ ഒരു കണ്ടക്ടറിന്റെ ബിഹേവിയറിലോട്ട് പോകും. അതിന് കാരണം ഡോപ്പൻസിന്റെ എണ്ണം, ഇമ്പ്യൂരിറ്റിയുടെ എണ്ണം 10⁻16 വരെ വരാം. അതിനർത്ഥം 10⁻16 നമ്പേഴ്സ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ പെർ സെന്റിമീറ്റർ ക്യൂബ്. അത് വളരെ ഈസി ആയിട്ട് കണ്ടക്ഷൻ ലൈന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കുറച്ച് ടെമ്പറേച്ചർ മതി. റൈറ്റ്. റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് ഡിസ്റ്റൻസ് അതിന് കവർ ചെയ്യേണ്ടതുള്ളൂ. റൈറ്റ്. അപ്പം നമ്മളത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിലോ നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. റൈറ്റ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n. റൈറ്റ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ വളരെ കുറവാണെങ്കിൽ ഈ ജമ്പ് ചെയ്യാനുള്ള എനർജി പോലും കൊടുക്കാൻ പറ്റാത്ത ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് പറയാം അതിന്റെ എണ്ണം, കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും എന്ന് പറയാം. ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ വാലിനേക്കാളും താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഈ എനർജി പോലും സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ പോലും ഉണ്ടാവില്ല. അപ്പം കോൺസെൻട്രേഷന്റെ എണ്ണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വളരെ കുറവായിരിക്കും എന്ന് നമുക്ക് പറയാം. ഈ റീജിയനിൽ വളരെ കുറവാണ് ടെമ്പറേച്ചർ കുറയുന്നത്. ഈ ടെമ്പറേച്ചർ വളരെയധികം കൂട്ടി, ഈ റീജിയനിലെത്തി, വളരെ കൂടുതലാണ്. ടെമ്പറേച്ചർ വളരെ കൂടി എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ പറഞ്ഞു, എത്ര ആറ്റംസ് ഉണ്ട്? 10⁻22 ആറ്റംസ് ഉണ്ട്, നമ്മുടെ ഇൻട്രിൻസിക് ആണെങ്കിലും എക്സ്ട്രിൻസിക് ആണെങ്കിലും അല്ലെ, ഏതാണ്ട്. അപ്പം അത്രയും ആറ്റംസ് അവിടെ ഉണ്ട്. അപ്പം ടെമ്പറേച്ചർ വളരെ കൂടി കഴിഞ്ഞാൽ ഔട്ടർ ഷെല്ലിലെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസ് പുറത്തു വരും. എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 4 മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ ഡെൻസിറ്റി ഇൻ ദ ഓർഡർ ഓഫ് 10⁻22 എന്ന് വിചാരിക്കാം. സോ 4 × 22 ഇലക്ട്രോൺസ് പുറത്തോട്ട് വരും. നമ്മൾ ഡോപ്പ് ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് എത്രയാ? n എത്രയാ? നമ്പർ ഓഫ് ഡോപ്പൻസ് എത്രയേ വരുള്ളൂ? 10⁻16 ഓർഡറിൽ മാത്രമേ വരുള്ളൂ അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ മാക്സിമം 10⁻16 വരുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10⁻16 ഇലക്ട്രോൺസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെവലിലുള്ള ഇലക്ട്രോൺസിനെ. റൂം ടെമ്പറേച്ചറിൽ അതൊക്കെ ഫ്രീ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിൽ എത്തും എന്ന് നമ്മൾ പറഞ്ഞു. ബട്ട്
റൂം ടെമ്പറേച്ചറും കഴിഞ്ഞ് ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ എല്ലാ കോവലന്റ് ബോണ്ടും ബ്രേക്ക് ചെയ്യപ്പെടും. അവിടെ 4 × 10⁻22 ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൂടെ പറഞ്ഞു, ഒരു ഇലക്ട്രോൺ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഇലക്ട്രോൺ ഹോൾ പേഴ്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു EHP. ഒരു ഇലക്ട്രോൺ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അബ്സെൻസ് ആണ്, അത് ഹോൾ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു പറഞ്ഞു. EHP ഇലക്ട്രോൺ ഹോൾ പേഴ്സ് ഉണ്ടാവും. അപ്പം എഫക്റ്റീവ്ലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ, ഈ റീജിയനിലാണെങ്കിൽ 4 × 10⁻22 ഇലക്ട്രോൺസ് ഉണ്ടാവും. എത്ര ഹോൾസ് ഉണ്ടാവും? സെയിം നമ്പർ അല്ലേ? എല്ലാ അറ്റത്തുനിന്നും 4 ഇലക്ട്രോൺസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ this will be in the order of 4 × 10⁻16, same number 4 × 10⁻22. 4 × 10⁻22 ഇലക്ട്രോൺസും ഉണ്ടാവും, 4 × 10⁻22 ഹോൾസും ഉണ്ടാവും. അഡീഷണൽ ആയിട്ട് അല്ലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എത്രയാണ്? 10⁻16 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യണം? 10⁻16 കൂടെ ആഡ് ചെയ്യണം അല്ലെ? 16 കൂടെ ആഡ് ചെയ്യണം. അപ്പം 10⁻22 കൂടെ 10⁻16 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര തന്നെ ഉണ്ടാവുള്ളൂ? 10⁻22 ഓർഡർ തന്നെ ആയിരിക്കും അല്ലെ? കമ്പയർഡ് 10⁻22 10⁻16 വളരെ കുറവാണ് അല്ലെ? സോ പിയുടെ എണ്ണം ഓൾറെഡി എത്രയാണ്? 10⁻22 ഓർഡറിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും വളരെ വ്യത്യാസം ഉണ്ടോ? അല്ല, രണ്ടും എന്താണ്? ഓൾമോസ്റ്റ് സെയിം ആണ് അല്ലെ? ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടുന്ന സമയത്ത് ഡോപ്പ് ചെയ്ത ഇംപ്യൂരിറ്റിന്റെ എണ്ണത്തിനേക്കാളും ഒരുപാട് ഇലക്ട്രോൺസും ഹോൾസും പെയേഴ്സ് ആയിട്ടുണ്ടാവും. എത്ര ഇംപ്യൂരിറ്റീസ് ഉണ്ടോ അത്ര ഇലക്ട്രോൺസ് ആയിരുന്നു നേരത്തെ എൻ ടൈപ്പിൽ ഉണ്ടായിരുന്നത്. നമ്മള് ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടിയപ്പം 10⁻22 ഓർഡറിൽ ഇലക്ട്രോൺസും ഉണ്ടായി, ഹോൾസും ഉണ്ടായി. നെറ്റ് കൗണ്ട് നമ്മൾ എടുത്തു നോക്കിയപ്പം 10⁻22 ഇലക്ട്രോൺസ് പ്ലസ് 10⁻16 ഇലക്ട്രോൺസ്, അത് എന്ത് തന്നെയായിരിക്കും? അപ്രോക്സിമേറ്റ്ലി 10⁻22 തന്നെ ആയിരിക്കും. ഹോൾസിന്റെ എണ്ണം 10⁻22 തന്നെയാണ്, പെയർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പം n = p കണ്ടീഷൻ വരുന്നു അല്ലെ? അതിന് എണ്ണം എന്താണ്? വളരെ കൂടുതലാണ്. 10⁻22 ഓർഡറിലോട്ട് പോയി അല്ലെ? ഇവിടെ എത്രയേ ഉള്ളൂ? 10⁻16 ഡോപ്പ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? അതിന്റെ ഇടയ്ക്കൊരു റീജിയൻ ഉണ്ടാവും. ടെമ്പറേച്ചർ അധികം കൂടുതലും അല്ല, അധികം കുറവുമല്ല. അതായത് മിനിമം വേണ്ട ടെമ്പറേച്ചർ ഉണ്ട്, ബട്ട് അത് എക്സീഡ് ചെയ്തിട്ട് വല്ലാതെ അങ്ങോട്ട് എക്സീഡ് ചെയ്തിട്ടില്ല. അവിടെ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡോണേഴ്സ്. അപ്പം ശ്രദ്ധിച്ചിരിക്കും, ഇമ്പോർട്ടന്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കാം. അപ്പം ഈ റീജിയനിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഈ റീജിയനിൽ സെമി കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇൻട്രിൻസിക് ആണോ എക്സ്ട്രിൻസിക് ആണോ? ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് എ, ബി ആൻഡ് സി. എ റീജിയനിൽ, ബി റീജിയനിൽ എന്തായിട്ട് ആക്ട് ചെയ്യാം? ബിയിൽ നിങ്ങൾ പറഞ്ഞ്, ബിയിൽ എന്തായിട്ട് ആക്ട് ചെയ്യാം? ബി റീജിയനിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് സെയിം ആസ് 10⁻16, ദാറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡോണേഴ്സ് അല്ലെ? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം നമ്പർ ഓഫ് ഡോണേഴ്സ് ആയി കഴിഞ്ഞാൽ ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണ്? എൻ ടൈപ്പ് ആണ് അല്ലെ? എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മോഡാണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ് അല്ലെ? എത്രയാണോ നമ്മൾ ഡോപ്പ് ചെയ്തിട്ടുള്ളത് അത്രയും കോൺസെൻട്രേഷനേ ഉള്ളൂ. ഇനി ടെമ്പറേച്ചർ ഒരുപാട് കൂടി സി റീജിയനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടു നോക്കിയാൽ നിങ്ങൾ നമ്പർ ഓഫ് ഹോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആവുന്ന ഏത് സിറ്റുവേഷൻ, ഏത് സെമി കണ്ടക്ടറിലാണ്? ഇൻട്രിൻസിക്കിലാണ് അല്ലെ? n = p, n = p. സോ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ ഒരു ഡോപ്ഡ് സെമി കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇമ്പോർട്ടന്റ് ആണ്. ഡോപ്ഡ് സെമി കണ്ടക്ടറിൽ ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഡോപ്പിങ്ങിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്തിയിട്ട് ഇൻട്രിൻസിക് ബിഹേവിയറിലോട്ട് പോവും, പ്യുവർ സെമി കണ്ടക്ടറിന്റെ ബിഹേവിയറിലോട്ട് പോവും. അതിന് കാരണം അപ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് ഹോൾ പെയേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാണ്. എല്ലാ അറ്റത്തുനിന്നും 4 ഇലക്ട്രോൺസും 4 ഹോൾസും പുറത്തു വരും. കമ്പയർ ടു ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ 10⁻16 അത് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? n = p എന്ന് പറയാം. ബോത്ത് ആർ ഈക്വൽ ടു ഇൻ ദ ഓർഡർ ഓഫ് 10⁻22. റൈറ്റ്? ടെമ്പറേച്ചർ മോഡറേറ്റ് ആണെങ്കിൽ എക്സസ് ഒന്നും ഉണ്ടാവില്ല. എത്ര ഡോപ്പ് ചെയ്തിട്ടുണ്ടോ, എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ, എത്ര ഡോപ്പൻസ് ഉണ്ടോ അത്രയും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവിടുന്ന് ഈസി ആയിട്ട് പോകാവുന്ന ടെമ്പറേച്ചർ ആയിരിക്കും.
ആ ടെമ്പറേച്ചർ വരുന്ന റീജിയൻ, ഈ റീജിയൻ. ഈ ടെമ്പറേച്ചർ വളരെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോലും ഉണ്ടാവില്ല. അപ്പൊ എ റീജിയനിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ഈ കർവ് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഡോപ്പ് ചെയ്യുമ്പം കണ്ടക്ഷൻ ബാൻഡിന് തൊട്ട് താഴെയായിരിക്കും എനർജി ലെവൽ ഉണ്ടാവുക, റൈറ്റ്? അപ്പം അവിടുന്ന് ഈസി ആയിട്ട് പോവാം. അപ്പൊ ടെമ്പറേച്ചർ ജസ്റ്റ് കൂടുതലാണെങ്കിൽ അത് 10⁻16 ഇലക്ട്രോൺസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും ടി സി എന്ന് വിളിക്കുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും താഴെയാണെങ്കിൽ അത് ഇൻസുലേറ്ററിന്റെ ബിഹേവിയറിലോട്ട് പോകും. പിന്നെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വേണമെങ്കിൽ ടി പി എന്ന് വിളിക്കാം. ആ ടെമ്പറേച്ചറിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എല്ലാ അറ്റത്തുനിന്നും 4 ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടായിട്ട് കൗണ്ട് ഭയങ്കരമായിട്ട് കൂടും. അത് N=P കണ്ടീഷനിലോട്ട് പോവും, റൈറ്റ്? അപ്പോൾ അത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ റേഞ്ചും ഈ ബിഹേവിയറും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഒരു സംശയം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. എനർജി ബാൻഡ് ഗ്യാപ്പിൽ എനർജി ലെവൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇപ്പം സാർ ഒരു എനർജി ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, സംശയം വരാം. അതിന് കാരണം എന്താണ്? സിലിക്കൺ ആണെങ്കിൽ എനർജി ബാൻഡ് ഗ്യാപ്പിൽ ഒരു ലെവൽ പോലും ഉണ്ടാവില്ല. നമ്മൾ ഡോപ്പ് ചെയ്യുമ്പം ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പം അത് സിലിക്കൺ എന്നുള്ള മെറ്റീരിയൽ മാറി പുതിയൊരു ടൈപ്പായിട്ട് മാറുന്നു. അതുകൊണ്ട് എനർജി ബാൻഡ് ഗ്യാപ്പിലും ഒരു എനർജി ലെവൽ വരുന്നില്ല, കുഴപ്പമില്ല. ഇറ്റ് ഈസ് നോട്ട് എ സിലിക്കൺ സെമി കണ്ടക്ടർ, ഇറ്റ്സ് എ ഡോപ്ഡ് സെമി കണ്ടക്ടർ. സിലിക്കൺ ആൻഡ് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആർ മിക്സ്ഡ് അപ്പ്, റൈറ്റ്? അപ്പം സിലിക്കണിന്റെ ബിഹേവിയർ തന്നെ ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ആ ഇമ്പ്യൂരിറ്റീസ് ആണ് ഇവിടെ എനർജി ഗ്യാപ്പിൽ, നേരത്തെ ഉണ്ടായിരുന്ന എനർജി ഗ്യാപ്പിൽ ഒരു ലെവല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? റൈറ്റ്. അത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത കേസുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? റൈറ്റ്. ബേസിക് സെമി കണ്ടക്ടർ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞത് 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. മെറ്റൽ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടേഴ്സ്, P-type, N-type, extrinsic semiconductor and its behavior. Insulator, extrinsic behavior, then intrinsic behavior. A, B, C cases. Okay, ano? Yes or no? Clear ano? Shall I wind up? Any doubts? Anything issues undo? ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിട്ട് പോവാ. വീട്ടിൽ പോയി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതിന്റെ ആവശ്യമില്ല. തിരക്കായിരിക്കും നിങ്ങൾ എല്ലാവരും. ക്ലാസ്സിൽ നിന്ന് ക്ലിയർ ആയിട്ട് പോവാം. ഇത് നിങ്ങൾ ഓർത്തിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു, എക്സാമിനേഷൻ വരെ. റൈറ്റ്. സംശയമുള്ളവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ? റൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ലിസണിങ് ദ ക്ലാസ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓക്കെ, ലെറ്റ് us വൈൻഡ് അപ്പ്. സംശയങ്ങളില്ലല്ലോ? റൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ ബൈ. വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. റൈറ്റ്.